അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫൈസി ഹൈത്തമയാണ്. വല്ലാത്ത വിഷമായിപ്പോയി. വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ SMFൻ്റെ മീറ്റിങ്ങിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ എൻ്റെ നിലപാട് പറയട്ടെ. ഞാൻ എന്താ പറയുക, സമസ്തക്കാരനായ ലീഗുകാരനാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് ലീഗിനോട് അനുകൂലമുള്ള സമസ്തക്കാരൻ. അതിലുപരി മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ബേസിലല്ല, അതല്ലാത്ത നിലക്ക് ആത്മീയ നേതാക്കന്മാരായിട്ട് കാണുന്ന എൻ്റെ വാപ്പ ബഹുമാനിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടിയില്ല. ആ നിലക്ക് ഞാൻ ബഹുമാനിക്കുന്ന മനുഷ്യന്മാരാണ്. ഓലെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സമസ്തക്കാരനാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടി അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നവനുമാണ് ഞാൻ. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളില്ലാതെ ഒന്ന് കൂടി നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്നവനാണ്. ഏതായിരുന്നാലും ഇന്ന് കൊടുവള്ളി ദാറുൽ അസറിൽ നമ്മൾ ആ ഒരു മീറ്റിങ്ങിനെത്തി. മീറ്റിങ്ങിൽ ഞാൻ ഒരു 5-8 മിനിറ്റേ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. ആ ഇരുന്നിട്ട് ഞാൻ താഴെ ഇറങ്ങാൻ കാരണം 29-നാണല്ലോ വാപ്പിച്ചിൻ്റെ ആണ്ട്. അപ്പോൾ ആ ആണ്ടിൻ്റെ ഒരു കൂടിയാലോചനക്ക് ഞാൻ സിദ്ദീഖുലിയാരും ബഷീറാജു റസാഖാജു അങ്ങനെ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരത്തെ ആദ്യമേ തീരുമാനിച്ചു വെച്ചു. ദുൽഹജ്ജ് പറന്നിട്ടുള്ള വ്യാഴ്ച എന്നുള്ളവർക്ക് അതിന് വന്നതാണ്. പക്ഷേ ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന നേരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അബ്ദുൽഹജിനോട് കാര്യങ്ങൾ പറഞ്ഞ്, അതേപോലെ ചെമ്പമാഷോടും പറഞ്ഞ് ഞാൻ മാഷോട് ഞാൻ ഫുള്ള് പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ചെറിയൊരു ആവശ്യമുണ്ടെന്നാണ് ഇറങ്ങിയത്. ആ ഇറങ്ങുന്നതിൻ്റെ മുമ്പുള്ള എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, നാസർ ഫൈസിയുടെ ആ പ്രസംഗം സത്യത്തിൽ വാപ്പ ഉണ്ടാക്കിയ പുരയെ കുത്തിരുന്നിട്ടേ വാപ്പനോട് നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളി എന്ന് പറയുന്ന, അല്ലെ വാപ്പനെ ചീത്ത പറയുന്ന, വാപ്പ ഉണ്ടാക്കിയ പുരയെ കുത്തിരുന്ന് വാപ്പനെ ചീത്ത പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. വിരിച്ചെടുത്ത് കിടക്കാൻ വന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പോൾ, ആ ഇഷാറത്ത് എങ്ങോട്ടാണെന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് പേടിയായി. അപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ ഫൈസിയും മനസ്സിലാക്കേണ്ടത്, ഫൈസിനെ ഫൈസിയാക്കിയത് അല്ലെങ്കിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയത് ആരാ? അതെവിടെ നിന്നുണ്ടായതാ? അത് മനസ്സിലാക്കണ്ടേ. ഇതൊന്നും എൻ്റെ മുത്ത് തങ്ങൾ പാണക്കാട് തങ്ങന്മാരും ഒന്നും ഇത് അറിയില്ല കേട്ടോ, അതുറപ്പാണ്. ഇത് വെറുതെ കുത്തിത്തിരിപ്പ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള മൂപ്പര പ്രസംഗം, പടച്ചോൻ എന്നെ സഹായിച്ചു, ഞാനെങ്ങാനും ആ വേദിയിലിരിക്കുകയും ഇയാൾ ഇതേപോലെ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനം മാറിയതിനെതിരിൽ പ്രതികരിക്കാൻ നമ്മൾ പ്രതിഷേധിക്കണം എന്നുള്ള രൂപത്തിൽ ആ വന്ന സാധുക്കളെ, കൊടുങ്ങാക്കാട്ടിൽ എൻ്റെ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു കുത്തിത്തിരിപ്പ് അറിയാതെ ദീനിന് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ വരുന്ന ലീഗുകാരനായ ഒരു സമസ്തക്കാരനാണ്. ആ മനുഷ്യനും അതേപോലത്തെ എത്രയോ ആളുകൾ ഇരിക്കുന്ന സദസ്സിലാണ് ഈ ഒരു കുത്തിത്തിരിപ്പ് പറഞ്ഞത്. ഞാൻ പടച്ചോൻ കാത്തു, ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒരവസരത്തിൽ നമുക്കിത് പറയാതെക്കാൻ പറ്റൂലായിരുന്നു. ഒന്നുമില്ല, ഇത് നിയ്യത്ത് നല്ലതാണെങ്കിൽ മഹല്ല് സംവിധാനം കൂടെ നിൽക്കാതെ സംഗതി എന്തായാലും നമുക്ക് ദീനി ഖിദ്മത്ത് ചെയ്യാൻ കഴിയില്ല. അത് വേണം, പക്ഷെ അത് നിയ്യത്ത് നന്നാക്കിയിട്ട് ആയാലേ പഠിച്ചവൻ്റെ അടുത്ത് നിന്നുള്ളൊരു സഹായം ഉണ്ടാവും. ഇത് SMFന്
ഇത്രയും കാലം ഉണ്ടായിരുന്നു. അപ്പോൾ SYSൻ്റെ പ്ലാറ്റ്ഫോം താൽക്കാലികം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള രൂപം ആയി പോയോന്ന് എനിക്ക് തോന്നുകയാണ്. പഠിച്ചാൽ കാക്കട്ടെ, വല്ലാത്തൊരു വിഷമമായിപ്പോയി. വല്ലാത്ത വിഷമമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിപ്പോയി. കൂടെ നിന്നിട്ട് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. വാപ്പ ഉണ്ടാക്കിയ പുരയെ കുത്തിരുന്നിട്ട് വാപ്പനോട് പോറ്റുവള്ളി എന്നറിയാല്ലേ, വാപ്പനെ പുറത്തടിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു പരിപാടിയായിപ്പോയി. മാത്രമല്ല, ബഹാവുദ്ദീൻ ഉസ്താദ് വളരെ വ്യക്തമായി അതിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു സംവിധാനം ഇത് ഇങ്ങനെയാണ്, ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്ത് സാധാ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നൊരു സംവിധാനം. അതിലപ്പുറം ഇതിലൊന്നുമില്ല, ഒരു കുത്തിത്തിരിപ്പും ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞതാ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ വർത്താനം പറയുന്നത് എന്തിനാ? ഇനി മരണം വരെ പിന്നെ പ്രസിഡൻ്റായ ആള് പോലെ തന്നെ പ്രസിഡൻ്റ് ആണെന്നൊരു റൂൾസ് അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ അത് തെറ്റാ. അത് ആര് എഴുതിയാണെങ്കിലും അങ്ങനെയല്ലല്ലോ. അപ്പോൾ വല്ലാത്ത ഒരു പ്രയാസം തോന്നി. എന്തിനാണ് എന്ന് അറിയാത്ത എന്നെക്കൊണ്ട് ആൾക്കാർ പറയൂ, ഓൻ എന്തെത്താന്ന് തിരിയില്ല, ഷജറാണോ അതല്ലേ വേറെന്തോ ആണോ? ഞാൻ പറയൽ എന്താ അറിയോ, ഞാൻ എന്താ പറയാ, ഷജറത്തുൻ ത്വയ്യിബ, അതാണ് സമസ്ത. ആ സമസ്തൻ്റെ ഊന്നുവടിയാണ് SKSSF എന്ന് ശംസുലുലമ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഊന്നുവടി എപ്പോഴും ഫൈസി ഉണങ്ങിയതായിരിക്കും. ആ ഉണങ്ങിയ ഊന്നുവടിയെ നനച്ച് വളർത്തി എന്താ പറയുക, നനച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേരുണ്ടാക്കിയത് അത് എൻ്റെ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമാണ്. അങ്ങനത്തെ സമസ്തക്കാരനാണ് ഞാൻ. അതുകൊണ്ട് അതിന് നിങ്ങൾ ഷജറ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, സുഹാബി എന്ന് പറഞ്ഞാലും വേണ്ടില്ല. അതെൻ്റെ നിലപാട് എന്നാണ് ഞാൻ പറയൽ. അതുതന്നെയാണ് എൻ്റെ നിലപാട്. പഠിച്ചോൻ കാക്കട്ടെ. അലിമീങ്ങളെയും സയ്യിദന്മാരെയൊക്കെ ചീത്ത പറയുന്ന ഒരു നാവ് അള്ളാഹ് നമുക്കാർക്കും തരാതെക്കട്ടെ. മഹാന്മാരായ സയ്യിദന്മാരുടെയൊക്കെ ഒരു പൊരുത്തത്തിൽ എൻ്റെ വാപ്പ അവസാന സമയത്തും പറഞ്ഞത്, അല്ലെങ്കിൽ മരിക്കാൻ വഫാത്താകുന്നതിൻ്റെ 2-3 ദിവസം മുമ്പേ ചോദിച്ചത് എന്താ, നിങ്ങൾക്കറിയാലോ, നിങ്ങളും സാക്ഷിയല്ലേ, പാണക്കാട് തങ്ങന്മാർ വന്നാൽ ഇവിടെ നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ എന്ന്. കൊറോണ സമയത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് ചോദിച്ചത്. ആ ചോദിച്ച പോലെ വീട്ടിലെ അവസാന നിസ്കാരം സയ്യിദ് മുനവ്വർ അലി തങ്ങളാണ് നിസ്കരിച്ചത്. അതോടൊപ്പം സയ്യിദുൽ ഉലമയ്ക്ക് മയ്യത്ത് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വാപ്പിജിൻ്റെ നിലപാട്, ഇതാണ് എൻ്റെയും നിലപാട്. ഇതിലെനിക്ക് ഒരു സമയത്തും മാറ്റില്ല. പക്ഷേ ഈ ജാതി കുത്തിത്തിരിപ്പ് വർത്താനം പറഞ്ഞ ഫൈസി പറഞ്ഞ ആ വർത്താനം വളരെ മോശമാണ്. അയാളെപ്പോലെ ഒരു സ്റ്റാൻഡേർഡുള്ള സമസ്ത വളർത്തിയ, അതല്ലെങ്കിൽ മാത്രമല്ല മുമ്പത്തെ ഭാഷാശൈലികളും, അതേപോലെ നമുക്കിതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്നും ഇന്നും മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ നെഞ്ചേറ്റി കൊണ്ടെടുക്കുന്നല്ല. ആ തങ്ങന്മാരെ നെഞ്ചേറ്റുന്നതിന് എന്താ ഓൽക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഗ്രിപ്പ് പുറത്ത് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടെടുത്തത്. അല്ലാണ്ട് ഉള്ളിൽ ആത്മാർത്ഥത ഒന്നുമല്ല. അവസരം കിട്ടിയാൽ വലിയ തിരിച്ചും പറയും. അജാതി പരിപാടിയാണ് ചെയ്യുന്നത്. അള്ള കാക്കട്ടെ. പാണക്കാട് തങ്ങളും ജിഫ്രി തങ്ങളും ഒന്നാണല്ലോ. തങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പാണക്കാട് തങ്ങളും ജിഫ്രി തങ്ങളും രണ്ടിലുണ്ടല്ലോ തങ്ങൾ. ഈ തങ്ങന്മാർ എന്ന് പറയുന്നത് ഒരൊറ്റ കുടുംബം. തങ്ങൾ എന്ന ലെവലിൽ അതിനെ ബാധിക്കുന്ന ഒരു അമ്പാണെങ്കിൽ അത് ആ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെയാണ് ബാധിക്കുക. അവർക്ക് നേരെ വരുന്ന ചോദ്യമാണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് ബാധിക്കുക. അതേ സമയത്ത് നിങ്ങൾ പറയുന്ന തർക്കങ്ങളെ അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട തർക്കമല്ല. അല്ല,
അപ്പം പിന്നെ എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ തർക്കം വരുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ആണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയണം, അത് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പോൾ ഒരു മുസ്ലിം ലീഗും ഒരു സമസ്തയും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വലിയ കുഴപ്പമില്ല. മുസ്ലിം ലീഗ് സമസ്ത തമ്മിൽ എന്തൊരു വിഷയം ഉണ്ടല്ലോ ഉസ്താദെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിലും അതിനെക്കുറിച്ച് പുറത്തുനിന്ന് വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് നമുക്കത് പറയാം. അതേസമയത്ത് നിങ്ങൾ ചോദ്യം തുടങ്ങുന്നത് തന്നെ പാണക്കാട് തങ്ങളും സമസ്ത എന്ന് പറയുമ്പോഴേ ഞാൻ ചോദിക്കുന്നത് പാണക്കാട് തങ്ങളെ ഈ ചർച്ചയിലേക്ക് വരുന്നതിന്റെ കാരണം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലക്കാണോ? എങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പരമോന്നത നേതാവും ഇതിനേക്കാൾ കൂടുതൽ പ്രായവും പരിചയവും എല്ലാം ഉള്ളത് വേറെ ആളുകളില്ലേ മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിൽ? മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഈ ഒരു വിഷയം സംസാരിക്കാൻ ഏറ്റവും നല്ലത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ രണ്ട് ആദർശ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ ആ ആളെ പേര് പറയാന്നല്ല ഏറ്റവും നല്ലത്. മുസ്ലിം ലീഗ് നമ്മളെ കുഞ്ഞാലിക്കുട്ടി പോലത്തെ ആളുകളൊക്കെ ഇല്ലേ അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളത്, അങ്ങനെ എല്ലാം അഭിപ്രായം ഉണ്ടോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ആണ് സംസാരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും തങ്ങൾ എന്ന് പറയുന്ന പദവും ഈ രാഷ്ട്രീയ പാർട്ടിയും തമ്മിലൊരു ബന്ധമില്ലല്ലോ എന്ന് പറയാനാണ് ഞാനിത് സംസാരിക്കുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ പാർട്ടി ലെവലിലെ ലീഡർ ആരാണ്? ആ ലീഡർ ആണല്ലോ ഇനി ഒരാളെ പറയുകയാണെങ്കിൽ തന്നെ പറയേണ്ടത്, അല്ലെങ്കിൽ അതുപോലും പറയേണ്ടതില്ല, ആ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് തങ്ങൾ എന്ന പദം കയറി വന്നത് എന്നത് തിരുത്താനാണ് ഞാനീ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിനർത്ഥം നിങ്ങൾ അങ്ങനെ അറിഞ്ഞില്ല, അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ഉണ്ടതായിട്ട് അറിഞ്ഞില്ല. ഇപ്പോൾ അഹ്ലു ബൈത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കായിരുന്നു. അതല്ല, ഇതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെങ്കിൽ ഇവിടെ സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, സമസ്ത എന്ന് പറയുന്ന ഒരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഈ രണ്ട് സംഘടനയും തമ്മിൽ രണ്ട് റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം പ്രശ്നങ്ങളില്ല, ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗിൻ്റെതായ ആശയ നിലപാടുകളും ആശയങ്ങളൊക്കെ ഉണ്ടാവും, സമസ്തക്ക് സമസ്തൻ്റെതും ഉണ്ടാവും. അതങ്ങനെ അതിൻ്റെ രണ്ട് വഴിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു പദം തന്നെ കയറി വരാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് പാണക്കാട് കുടുംബം ഈ ആവർത്തിച്ചിങ്ങനെ പറയുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗത്തിൽ എന്താ അർത്ഥം എനിക്കറിയില്ല. പാർട്ടി ലീഡറെ പറയുന്നത് ഓക്കെയാണ്, അത് ഏത് പാർട്ടിയിലും ഉണ്ടാവും കേട്ടോ. അത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏത് പാർട്ടിയും അങ്ങനെ തന്നെയായിരിക്കും. ഒരു പ്രത്യേക ഒരു കുടുംബത്തെ അല്ലെങ്കിൽ പ്രത്യേക ഒരു വിശ്വാസ ആചാരങ്ങളെ മതേതര പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു പ്രത്യേക ഒരു വിശ്വാസവും ഒരു ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം, അതിനെ ഒരു പാർട്ടി ലെവലിലുള്ളൊരു ഇഷ്യൂ ചർച്ച ചെയ്യുന്നിടത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ലീഡർ ഉണ്ടായിരിക്കെ ഇതിങ്ങനെ കടത്തിക്കൊണ്ടുവരുന്നത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വിഷയം സംസാരിക്കുകയാണെങ്കിൽ നയനിലപാടുകൾ വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും തമ്മിൽ പരസ്പരം അങ്ങും ഇങ്ങുമൊക്കെ ഒക്കുന്നതും ഒക്കാത്തതൊക്കെ ഉണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ അതിൻ്റെ ഒരു സ്വഭാവമല്ലേ. നമ്മുടെ ഈ നാടിൻ്റെ ഭംഗി തന്നെ അതല്ലേ, വൈവിധ്യമായിട്ട് അതിനെ കാണുന്നവരാണല്ലോ നിങ്ങളതിന് തത്വം മനസ്സിലാക്കണം. പാണക്കാട് കുടുംബത്തെ നിങ്ങൾ എതിർക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ ജിഫ്രി കുടുംബത്തെ എതിർക്കാൻ പാടുണ്ടോ? രണ്ടും പാണക്കാട് ജിഫ്രി എന്ന ആ പദത്തിൽ നിങ്ങൾ നിൽക്കാതെ ഈ രണ്ട് കുടുംബവും, ഈ രണ്ടിനെയും ഷിഹാബ് കുടുംബം ജിഫ്രി കുടുംബം എന്നുള്ളത് ഒരു കുടുംബമാണെന്ന് ഒരു കുടുംബമാണ്. ആദരിക്കപ്പെടുന്നത് ഈ പാണക്കാട് എന്ന പദത്തിലോ ജിഫ്രി എന്ന ആ ഒരു പദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഗതിയല്ല. അത് സൂചനയാണ്, അത് സൂചനാവാചകമാണ്. അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഒരു ആശയത്തെയാണ് ആദരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നാണ് സത്യം, അതാണ്. പിന്നെ മറ്റൊരു പാർട്ടിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം വരുന്നതെങ്കിൽ ആ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകാമെങ്കിൽ അതിൻ്റെ അവർക്ക് പറ്റാതെ വരുന്ന കാര്യത്തിൽ അവർ എതിർക്കും. അത് അവരുടെ പാർട്ടി ലെവലിൽ അവർ എതിർക്കും. സംഘടനാപരമായിട്ട് പറ്റാതെ വരുമ്പോൾ സംഘടനകൾ എതിർക്കും. അവരുടെ വേദിയിൽ അതവർ പറയും, ഇവരുടെ വേദിയിൽ ഇതിവർ പറയും എന്നുള്ള നിലക്ക് രണ്ട് വേയിലൂടെ അത് പോകേണ്ടതാണ്. പിന്നെ ഇത് പോകാതെ വരുന്നത് ഇത് മനഃപൂർവ്വം ഇതിലെ മറ്റു ആരോ ഇത് രണ്ട് വിഭാഗത്തിനെയും സ്നേഹിക്കാത്ത ആരോ ഇതിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ലാഭമുണ്ടോ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയല്ലേ, ആണല്ലോ. രാഷ്ട്രീയ പാർട്ടിക്ക് എന്താ വേണ്ടത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്കാണ്.
സമസ്തയും അവരുടെ അനുഭാവികളും അവർക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആരാവട്ടെ അവർക്കൊക്കെ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ആത്മാവ് തന്നെ എന്താണ്? വോട്ടർമാരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് സമസ്ത ആണ് എന്നൊരു തർക്കം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോഴും ഇല്ലല്ലോ നിലവിൽ. അപ്പം മുസ്ലിം ലീഗ് സംബന്ധിച്ച പ്രശ്നമെന്ന് പറയുന്നൊരു വിഷയത്തിൽ എന്തർത്ഥമുള്ളത്? മുസ്ലിം ലീഗിന് അതിൽ ലാഭമുണ്ടോ? ഇല്ല. സമസ്തക്ക് ലാഭമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ലാഭവും രണ്ട് ടീമിനും ഇല്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തർക്കം ഇവിടെ നിന്ന് വന്നു? മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ തർക്കമാണെന്ന് പറയുമെങ്കിൽ മുസ്ലിം ലീഗിന് ലാഭമില്ലാത്ത കാര്യം മുസ്ലിം ലീഗ് ഉണ്ടാക്കില്ലല്ലോ. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയല്ല. സമസ്തക്ക് ഒരു കുഴപ്പമില്ലാത്ത പ്രശ്നത്തിൽ സമസ്ത ഇടപെടും? ഇല്ല. പിന്നെ ഇപ്പം എന്തോടെ പ്രശ്നം? എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ ഇവിടെ ഈ രണ്ട് പേരെയും ഒന്നുകിൽ സ്നേഹിക്കാത്തവർ, അതല്ലെങ്കിൽ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇവരോട് സ്നേഹമില്ല, വെറുപ്പില്ല, ഒന്നുമില്ല, നിലനിൽപ്പ്, മറ്റൊരു നിലനിൽപ്പ് ലക്ഷ്യം വെച്ചവർ, അവരുടെ നിലനിൽപ്പ് ലക്ഷ്യം വെച്ചവർ, ഇതിനിടയിൽ ഇടപെട്ടോ എന്ന് സ്വാഭാവികമായി തോന്നിപ്പോകുന്ന ഒരു ഘട്ടമല്ലേ ഇത്. ഞാൻ പറയുന്നത് പാണക്കാട് കുടുംബമാണോ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക തീരുമാനങ്ങളിൽ സ്വന്തം നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രഖ്യാപന നേതൃത്വമോ തീരുമാനങ്ങൾ എടുക്കുകയോ പ്രഖ്യാപിക്കുകയോ ഏത് വിഷയത്തിലാണ് അവർക്ക് പലതും പലരിലൂടെയും കേൾക്കാറുണ്ട്. നമ്മളതല്ല നമ്മുടെ വിഷയം. ആ തീരുമാനങ്ങൾ എവിടെ നിന്നാണ് തീരുമാനിക്കപ്പെടുന്നത്? അങ്ങനെ ആ പാർട്ടിക്ക് പറയാൻ പറ്റുമോ? ഒരു കുടുംബത്തിൽ നിന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തെയാണോ ഒരു പാർട്ടി ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നത്? അങ്ങനെയാണോ? അല്ല. അല്ലെങ്കിൽ പിന്നെ തീരുമാനമെടുക്കുന്നത് അതിൻ്റെതായ ലീഡേഴ്സ് അതിനുണ്ട്. മുസ്ലിം ലീഗ് എന്നൊരു വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ലീഡർമാരില്ലേ? ആ ലീഡർമാരിൽ അതിൻ്റെ ലീഡർ എന്ന നിലക്ക് ഒരു സയ്യിദിന് വരാം, ഒരു തങ്ങൾക്ക് വരാം. ഞാൻ വിഷയം അതല്ല. മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സ് എടുക്കുന്ന തീരുമാനത്തെ അത് ആരിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതല്ലല്ലോ നമ്മുടെ മാറ്റർ. ആ മുസ്ലിം ലീഗിനൊരു ലീഡേഴ്സ് ഒരു ടീമുണ്ട്. ആ ഹൈക്കമാൻഡ് തീരുമാനങ്ങളെ ആര് പുറത്ത് പറയണം? അത് സ്വാഭാവികമായും ഒരു ആളുകൾക്കിടയിൽ പല നിലക്കും വിശ്വാസത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് വിശ്വാസികൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളിലൂടെ അത് പുറത്തു വിടുക എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാവാം, സ്വാഭാവികം. നമുക്കതൊരു വിഷയമില്ല. പക്ഷേ ആ വിഷയം ചെന്നെത്തുന്നത് ഈ പാണക്കാട് കുടുംബത്തിലേക്കാവരുത്. നിങ്ങൾ അമ്പ് ചെയ്യുമ്പോൾ പാണക്കാട് കുടുംബത്തിന് ഇപ്പോൾ ഏതുപോലെ ഒരു കച്ചവടക്കാരൻ നല്ലൊരു സെലിബ്രിറ്റിയായ ഒരാളെ കൊണ്ടുവന്നിട്ട് ബിസിനസ് ചെയ്തു. ബിസിനസ്സുകാർ പലരും ഉണ്ട്. ഇപ്പോൾ ഉണ്ട് സജീവമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് രംഗത്ത് ഭയങ്കര പരസ്യം ചെയ്യുന്ന ഒരാളുണ്ട്. ബോച്ചെ എന്ന പേരുള്ള പരസ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആളുകളെ, ഈ പരസ്യത്തിന് വരുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് സെലിബ്രിറ്റിനെ ഇട്ടിട്ട് ആൾ ബിസിനസ് ചെയ്യാണ്. ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ സെലിബ്രിറ്റി ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നതല്ല. ഈ ബിസിനസ്സായിട്ട് ഈ സെലിബ്രിറ്റി വില വന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് പറ, ഉണ്ടോ? ഇല്ല. ഈ സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അതിൻ്റെ പേരിൽ വലിയ കേസും കുൽമാലൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അത്രയേ അതിലൊക്കെ ഉള്ളൂ. ആ രൂപത്തിൽ ഒരു പാർട്ടിക്ക് അവരുടെ പ്രസ്ഥാന വളർച്ചയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുക, അവർ മുഖേന പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. കാരണം വിജയിച്ചു കഴിഞ്ഞ ശേഷം ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ നീതിപൂർവ്വം ചെയ്യാൻ തയ്യാറായ ഏതൊരു പാർട്ടിക്കും അവർക്ക് അവരുടേതായ നയനിലപാടുകളും അവരുടെ ഐഡിയാസുകളൊക്കെ ഉണ്ടാവും. അതിലൊന്നും ഇടപെടാൻ നമ്മൾ തയ്യാറല്ല. അതിനൊന്നും ആവശ്യവും നമുക്കില്ല. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായി ഒരു സയ്യിദിനെ, ഒരു തങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തതെങ്കിൽ ആ തങ്ങളെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും അതിന് കൂടെ നിൽക്കും. അപ്പോൾ അതിന് വോട്ട് കൂടുതൽ കിട്ടും. ആ രൂപത്തിലൊരു പക്ഷേ കുറച്ച് മുമ്പ് തന്നെ തങ്ങന്മാരെ ഇവരിതിന് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ നിർത്തിയിട്ടുണ്ടാവാം. ഒരു പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ആ ചെയ്തത് അങ്ങനെ ഇതൊക്കെ വായിച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്ന പോലെ അതാണല്ലോ അവർക്കും ഉള്ളിൽ അത് ഉണ്ടാവാം. ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണ്. അതൊക്കെ ആയിരിക്കും അതിൻ്റെ വസ്തുതകൾ. എന്നിട്ട് ഈ പാർട്ടിക്ക് നേരെ വരുന്ന അമ്പ് ഈ സെലിബ്രിറ്റി എന്ത് പേച്ചു? ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞ ബോച്ചെ പോലത്തെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ചർച്ചയ്ക്ക് വരുമ്പോൾ അന്ന് സെലിബ്രിറ്റി ആയി പോയിരുന്ന ആളെ നേർക്ക് അമ്പ് കൊള്ളാൻ പാടില്ലല്ലോ, അമ്പ് ചെയ്യാനും പാടില്ലല്ലോ. അതിനെ അങ്ങോട്ട് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഈ ബിസിനസ്സുകാരോ അതിൻ്റെ അഹിലുകാരോ വേണ്ടപ്പെട്ടവരോ ആ പ്രശ്നം വന്നതൊക്കെ ആരെ പ്രശ്നമാണ്? ഈ സെലിബ്രിറ്റി മറ്റാൾ ബിസിനസ് പ്രൊമോഷന് വേണ്ടി വന്ന ആളില്ലേ, ആളെ പേരിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സിസ്റ്റം, അത് ശരിയല്ലല്ലോ. അല്ല, ആ കുടുംബത്തിനത് സഹിക്കുമോ? സഹിക്കില്ലെങ്കിൽ സ്വാഭാവികമായും അവരതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും, പ്രതിഷേധങ്ങൾ വരും. ഞങ്ങളെ കുടുംബം എന്ത് പിഴച്ചു എന്ന് ചോദിക്കില്ലേ? ആ കുടുംബം പ്രവാചക കുടുംബമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിഫ്രി തങ്ങളും അതിൽ അംഗമാണ്, പാണക്കാട് തങ്ങളുടെ അംഗമാണ്, ബാഫഖി തങ്ങളുടെ അംഗമാണ്. എല്ലാം ഒരു കുടുംബമാണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുടുംബം. അവരുടെ സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് മുഅ്മിനീങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണുന്നു, അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചു പോരുന്നു.
അപ്പോൾ പാർട്ടിയെ പൊളിക്കാൻ ആരോ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ വായിക്കേണ്ടി വരും. ഒന്നുകിൽ അങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ അവർ തന്നെയാണ് പാർട്ടി എന്ന് വായിക്കേണ്ടി വരും. പാർട്ടിയെ പൊളിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആരോ വന്നു എന്ന് വായിക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ ഒരു പാർട്ടിയും പൊളിയണ്ട, ആർക്കും ഒന്നും സംഭവിക്കണ്ട. ആരാണോ ആ പുറത്തു നിന്ന് വന്നത് അതാണ് മാറ്റിവെച്ചാൽ വിഷയം അവസാനിക്കും. അതല്ല, അവർ തന്നെയാണോ പാർട്ടി, അവരാണ് എടുത്തു മാറ്റേണ്ടവർ. പിന്നെ അവരെ ആരെടുത്തു മാറ്റാനാണ്? അവരുടേതാണോ ഈ വീട്? അവർ തട്ടിക്കൂട്ടിയതാണോ ഈ കൂടാരം? അവർ മറ്റൊരു ലക്ഷ്യത്തിൽ ചെയ്തതാണോ ഇത് എന്നന്വേഷിക്കേണ്ടത് എല്ലാ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും ഒരു ഉത്തരവാദിത്തമാണ്, ചരിത്ര പഠനത്തിൻ്റെ ഭാഗമാണ്. ന്യൂനപക്ഷം, വളരെ ന്യൂനപക്ഷമാണ് ഈ പറഞ്ഞ തീവ്ര സംഘവും ഈ വഹാബി പോലത്തെ ഈ മൂവ്മെൻറ്റുകൾ, സമസ്തയ്ക്ക് നേരെ ആശയപരമായി എതിർപ്പുള്ള ആ ന്യൂനപക്ഷത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡെവലപ്പും വരുത്താൻ കഴിയില്ല. അവരെ വോട്ട് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയെ ഇങ്ങ് മാറ്റി നിർത്തിയാൽ മതി. അവർക്കനുസരിച്ച് പാടാനും അവർക്കനുസരിച്ച് ആടാനും നിൽക്കാതിരുന്നാൽ മതി. പാർട്ടിയുടെ നിലനിൽപ്പിനും അതാണ് നല്ലത്. സമസ്തയ്ക്ക് യാതൊരു തടസ്സവും പ്രശ്നവും അവിടെ ഉണ്ടാകുന്നുമില്ല. എന്നിരിക്കെ വീണ്ടും പ്രശ്നത്തിൻ്റെ മേലിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവിക സംശയങ്ങൾ ഉടലെടുക്കൽ അതിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളെ വിഷയം അവർ ബഹുമാനിക്കുന്നു എന്ന് എവിടെ നിന്ന് കിട്ടി? അതിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ തങ്ങൾ എന്ന് പറയുന്നൊരു സംവിധാനമേ ഇല്ല എന്നും, തങ്ങൾ എന്ന് പറയുന്ന വാക്കുകൾ തന്നെ അങ്ങനെ ഒരു കുടുംബത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ അർത്ഥമില്ല എന്നും, എല്ലാവരും സമമാണെന്നും, പ്രത്യേക ഒരു കുടുംബം, പ്രവാചക കുടുംബം എന്ന നിലയ്ക്കൊരു കുടുംബം, അങ്ങനെ ഒരു കുടുംബം ഇവിടെ നിലനിൽക്കുന്നില്ലെന്നും പരസ്യമായി വാദിക്കുകയും എഴുതുകയും അതിന് സ്റ്റേജ് കെട്ടി അതിന് പേജ് ചിലവാക്കി അത്രയും അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ അതിന് മുന്നിൽ തങ്ങളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? തങ്ങളെ, നിങ്ങൾ തങ്ങളല്ല തങ്ങളെ എന്നാണ് പറയുന്നത്. തങ്ങളെ, നിങ്ങൾ തങ്ങളല്ല തങ്ങളെ. അപ്പം ഈ തങ്ങളല്ല എന്ന് അവർക്ക് എന്ത് ചെയ്യണം? ഒന്ന് പറയണം. ഒരുപാട് തങ്ങളെ നിങ്ങനെ കൂട്ടി വിളിക്കുമ്പോഴേ അതിൻ്റെ ഇടയിലൊരു തങ്ങളല്ല തങ്ങളെ എന്ന് പറയുമ്പോൾ ഈ തങ്ങൾക്ക് തന്നെ തോന്നുമല്ലോ. ഇപ്പം ഈ തങ്ങളല്ലെങ്കിലും തങ്ങളിഞ്ഞില്ലെങ്കിലും തങ്ങളിഞ്ഞല്ലെങ്കിലും ഒരുപാട് വട്ടം തങ്ങളായില്ലേ നമ്മൾ. അപ്പോഴും തങ്ങളെ എന്നല്ല വിളിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. ഞാനൊരു ഒന്നിനെയും ഇതിൽ ഉദ്ദേശിച്ചുകൊണ്ട് അല്ല സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു സ്വാഭാവിക സാധ്യതകൾ പറയുകയാണ് ഞാൻ. അപ്പോൾ അവിടെ വിളിക്കുന്നത് അതായിരിക്കും. അത് താങ്ങാണ്, ഞങ്ങൾ താങ്ങാണ് എന്ന് പറയുന്ന ഒരു ഭാഷയാണത്. നിങ്ങൾ താങ്ങാണ്, നിങ്ങൾക്ക് അതിൽ തന്നെ വേറൊരു പദം ഉണ്ടല്ലോ, നിങ്ങൾ താങ്ങാണോ എന്ന് ചോദിക്കലുണ്ടല്ലോ. നിങ്ങൾ ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാണില്ലേ എന്ന് ചോദിക്കുമല്ലോ. ആ അർത്ഥത്തിലുള്ള താങ്ങാണ് ഇവിടെ താങ്ങണ താങ്ങൽ, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ചുരുക്കത്തിൽ തങ്ങളെ എന്ന് വിളിക്കുന്നത് മരുന്ന് കൊടുക്കുക എന്ന വ്യാജേന വിഷം കൊടുക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ഈ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നൊരു തീവ്ര സ്വഭാവമുള്ള സംഘത്തിന് ഇവരെ ഒന്ന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവർ പറയുന്ന, അവരുദ്ദേശിക്കുന്ന അവരുടെ തന്ത്രങ്ങളൊക്കെ ഇവരുടെ മേലെ പയറ്റണമെങ്കിൽ അത് അവർ ശ്രദ്ധിക്കാനും കേൾക്കാനും അവർക്കൊരു തങ്ങളെ ആവശ്യമുണ്ട്. അതാണ് ഈ തങ്ങൾ. അപ്പോൾ തങ്ങളെ, നിങ്ങൾ തങ്ങളല്ല തങ്ങളെ. അപ്പോൾ അതാണ് ആ തങ്ങൾ ബഹുമാനം ഒക്കെ. അതൊക്കെ വായിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. ഒരുവിധം ആളുകൾക്കൊക്കെ ഇതെന്നോ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മനസ്സിലാകാൻ ഇത്രയും സിമ്പിൾ വിഷയത്തെ പിന്നെന്താണാവോ ഇതിങ്ങോട്ട് ആൾക്കാർക്ക് ഇങ്ങോട്ട് അത് മനസ്സിലാവാതിരിക്കലാണ് അവരുദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആളുകൾ മനസ്സിലാക്കി അതിൻ്റെ പേരിലൊരു റിയാക്ഷനോ പ്രതിഷേധങ്ങളൊന്നും വരാതിരിക്കാനുള്ള പൊടിക്കൈകളും അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും മറപിടികളൊക്കെ ആയിട്ടാണ് സാമ്പാർ തിളക്കങ്ങൾ എന്നാണ് മൊത്തത്തിൽ ഒരു വായന അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കേട്ടിട്ട് എന്തെങ്കിലും തോന്നരുത്. ഞാൻ ഒന്നിനെയും വിഷയത്തെ വിലയിരുത്തി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ സ്വഭാവമുണ്ട്. അത് ആ സ്വഭാവത്തിൽ പോവുകയും മതരംഗത്ത് പ്രവർത്തിക്കുന്നത് അവർക്ക് അവരുടേതായ സ്വഭാവമുണ്ട്, അത് ആ വഴിക്ക് വിടുകയും ചെയ്താൽ ഇവിടെ പാർട്ടിക്ക് പവറും എല്ലാ പാർട്ടിയും അത് മാർക്സിസ്റ്റ്
കോൺഗ്രസ്, ലീഗ്, ഇങ്ങനെയൊന്നുമില്ല. എല്ലാ പാർട്ടിയും അവരവരുടെ നല്ല നിലപാടുകൾ ലീഡേഴ്സിൻ്റെ കൂടെ നിന്ന് അവർ കട്ടക്ക് നീതിക്ക് വേണ്ടി പൊരുതുന്നുണ്ടോ, ഈ കേരളക്കര അവരെ നെഞ്ചോട് ചേർക്കും, അവരേറ്റെടുക്കും. ഇതിന് ആര് കളിക്കുമ്പോഴും അതിലെ ഭരണങ്ങൾ മാറി മാറി വരുന്നതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആളുകൾ അന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവർ പ്രതിഷേധിക്കും. അപ്പോൾ സാധാരണ അതാണ്, ഭരണപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നേരെ പ്രതിഷേധം വരുന്നതാണ് വോട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഭരണങ്ങളൊക്കെ മാറി മാറി വരുന്നത്. ഭരണം അതിൻ്റെ സിസ്റ്റത്തിലൂടെ പോവുകയാണെങ്കിൽ നീതിയെ സ്നേഹിക്കും, നീതിയും അനീതിയും തിരിച്ചറിയാൻ കേരള പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിൽ പോയാൽ തന്നെ ഏത് പ്രസ്ഥാനവും നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ നാടിന് ഉപകാരപ്പെടുന്ന ഏത് പാർട്ടിയും എന്തും അതൊക്കെ ശക്തിപ്പെടുകയാണല്ലോ വേണ്ടത്. ഇങ്ങനെ കണ്ണികളെ കൊണ്ട് ചെറിയ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ലക്ഷ്യം, അവരുടെ ആഗ്രഹം പൂവണിയാൻ വേണ്ടി അവരുണ്ടാക്കി കൂട്ടുന്ന ചെറിയ ചെറിയ തന്ത്രങ്ങൾ മനസ്സിലാക്കി അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ മാറ്റിവെക്കാൻ തയ്യാറായാൽ ഏത് പാർട്ടിക്കും ദീർഘകാലം സ്വസ്ഥമായി വണ്ണത്തിലും വലുപ്പത്തിലും മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ തണലൊക്കെ ലഭിക്കുമെന്നത് ഒരു പൊതു തത്വമാണല്ലോ. അതിലാർക്കാ തർക്കമുള്ളത്? ഓക്കെ, ശത്രുവിനെ തിരിച്ചറിയാൻ എഴുതാതിരിക്കുക, അതെപ്പോഴും ഏതൊരു പാർട്ടിയിലും എപ്പോഴും നല്ലതാണ്. ശത്രുവിനെ തിരിച്ചറിയാൻ ഒഴുകും തോറും പിന്നെ തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ലാത്തിടത്തേക്ക് എത്തും. ശത്രുവിൻ്റെ കൂടെ അങ്ങ് ലയിക്കേണ്ടി വരും.